الحمد لله الأحد الجبار والصمد الغفار وأشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدا عبده ورسوله النبي المختار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഏതാനും കുറച്ച് ദിവസങ്ങളായി ദിവസവും വരുന്ന പത്രമാധ്യമങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും വായിച്ചുകൊണ്ടിരിക്കുന്നതും. നൊന്ത് പ്രസവിച്ച മാതാവിനെ മക്കൾ അരുകൊല ചെയ്യുന്ന വർത്തമാനങ്ങളെ, ദൃഢമാകേണ്ട അയൽവാസി ബന്ധങ്ങളിൽ നിന്ന് അതേ അയൽവാസികൾ തന്നെ കൂട്ടക്കുരുതികൾ നടത്തുന്ന സാഹചര്യം, ഒരു കരുതലായി കൊണ്ടു നടക്കേണ്ടുന്ന ഇണയെ വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊല ചെയ്യുന്ന സാഹചര്യങ്ങൾ, പിതാവിനെ മകൻ കഴുത്തറുത്തു കൊല്ലുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ അനവധി വാർത്തകളുടെ പിന്നാമ്പുറങ്ങളിലാണ് ഒരുപക്ഷെ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, ഗർഭം ചുമന്ന അതേ വയറിനെ അടിക്കാൻ മക്കൾക്ക് ഭയമില്ലാതെ കടന്നു വരുമ്പോൾ, ചുംബിച്ച ചുണ്ടുകളോട് അരുങ്കല നടത്താൻ അവർക്ക് നിസ്സഹായത കടന്നു വരാതെ സംഭവിക്കുമ്പോൾ, എന്താണ് ഈ വിഷയങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ട വിഷയങ്ങളും അതിനോട് പ്രതിവിധി എന്നോട് നമ്മുടെ കുടുംബങ്ങളിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് പരിമിതമായ സമയങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. പ്രിയമുള്ളവർ, നമുക്കറിയാം ഇതിന്റെ ഒക്കെ അടിസ്ഥാന കാരണങ്ങളിലൂടെ കടന്നു വരുന്നത് ലഹരിയാണ്. ആ ലഹരി അള്ളാഹുവിന്റെ മതത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി മതമായ ഇസ്ലാം ശക്തമായി എതിർത്തിട്ടുള്ള ഒന്നാണ് ലഹരി എന്ന് പറയുന്നത്. നോക്ക്, ഒരു സമൂഹത്തിലെ ഒരു മാതാവിനെ സ്വന്തം മകനാണ് അരുങ്കൊല ചെയ്യുമ്പോൾ ആശ്ചര്യത്തോടുകൂടെ നോക്കി നിന്നിരുന്ന കേരളം, ഞാൻ പറയും 2025 ജനുവരിയുടെ തുടക്കം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ കേവലം ഫെബ്രുവരി മാസത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ലാത്ത രീതിയിലൂടെ നമ്മളുടെ മനസ്സുകൾ ഒരു പ്രകടനപരതകളെ കൊണ്ട് മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ കാരണം എന്തുകൊണ്ടാണ് മാതാവിനെ മാതാവായി തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത്?
പിതാവിനെ പിതാവായി തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ സാധാരണ മദ്യം എന്നുപയോഗിക്കുന്ന ഒരു പദം ഒരുപാട് കേട്ടുപരിചയമുണ്ട്. കള്ളിന് വേണ്ടി ഉപയോഗിക്കുന്ന അറബി ഭാഷയിലെ പദം എന്നുള്ളത് ഹംറാൻ. എന്നാൽ ഹംറിന് സാധാരണ നമ്മളൊക്കെ മലയാള ട്രാൻസ്ലേഷനിൽ മദ്യമെന്നും കള്ളി എന്നൊക്കെ അർത്ഥം പറഞ്ഞു വരുന്നുവെങ്കിൽ എന്താണ് ഹംറ് എന്ന വാക്കിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അൽ ഹംറു മാ ഖാമറൽ അഖ്ൽ എന്ന ബുദ്ധിയെ മൂടിവെക്കുന്ന, ബുദ്ധിയെ മറയിടുന്നത് എന്താണോ അതാണ് ഈ ലഹരി എന്ന് പറയുന്ന ഹംർ എന്ന് പറയുന്ന പദത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആരുടെ മസ്തിഷ്കത്തിലൂടെ ലഹരി കടന്നു വന്നോ അവന് മാതാവിനെ തിരിച്ചറിയാൻ കഴിയില്ല, അവന് പിതാവിനെ തിരിച്ചറിയാൻ കഴിയില്ല, അവന് കുടുംബത്തിനോടോ അയൽപക്ക ബന്ധങ്ങളോ തിരിച്ചറിയപ്പെടാൻ സാധ്യമാകാതെ വരുന്നു. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംർ, ലഹരിയുണ്ടാക്കുന്ന ഏതെല്ലാം വസ്തുവുണ്ടോ അത് മുഴുവനും ഖംറാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ മുന്തിരിയിൽ നിന്ന് ലഹരി ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു തലമുറ, അവരിൽ നിന്ന് പല നാടുകളിൽ നിന്ന് കടന്നു വന്ന ആളുകൾ വന്ന് ചോദിക്കുന്നു, റസൂലേ, ബാർലിയിൽ നിന്ന് മദ്യം ഞങ്ങളുടെ നാട്ടിൽ ലഹരി ഉണ്ടാക്കാറുണ്ട്, മറ്റു പല വസ്തുക്കളിൽ നിന്ന് ലഹരി ഉണ്ടാക്കാറുണ്ട്, ഇതെല്ലാം അതിന്റെ ഗണത്തിൽപ്പെടുമോ എന്ന് ചോദിക്കുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംർ, ഏതെല്ലാം വസ്തുക്കൾ നിങ്ങളുടെ മനസ്സിന്റെ ബുദ്ധികളോട് മറയിടുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ ലഹരി പദാർത്ഥങ്ങൾ മുഴുവനും അത് ഹംറിന്റെ ഇനത്തിൽപ്പെടുന്നതാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഹറാമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ സമാധാനത്തെ ഇല്ലായ്മ ചെയ്യും. നിങ്ങൾ നോക്ക്, ലഹരിയുള്ള ഒരാള് നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. രാത്രി ഉറക്കത്തിനിടയിൽ അയാളൊന്ന് ഉണർന്നാൽ പോലും ആ കുടുംബം അസ്വസ്ഥമായി തീരുകയാണ്. ആ വ്യക്തി കാരണം ആ കുടുംബം മുഴുവൻ അസമാധാനത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമൂഹത്തിന്, ഈ ജീവിക്കുന്ന തലമുറക്ക് കൃത്യമായ ഉത്തരവാദിത്വം ഈ വിഷയത്തിലുണ്ട് എന്ന് അല്ലാഹുവിന്റെ ദീന് പറയാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടതിന് അടിമപ്പെട്ട ആളുകളോട് വിമുക്തരാക്കാനുള്ള നടപടികളെ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിലുണ്ട്. നമ്മളെല്ലാവരും പറഞ്ഞു, അവൻ മോശക്കാരനാണ്, അവൻ മാതാവിനോട് മോശമായി പെരുമാറുന്നവരാണ്. പ്രിയമുള്ളവർ, അവരോട് എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത്, ഒരു കിഡ്നി ഫെയിലിയറായ ഒരു മനുഷ്യനോട് ചികിത്സ നടത്താൻ ആളുകൾക്കിടയിൽ നമ്മൾ പിരിവിടാറുണ്ട്, അദ്ദേഹത്തിന് സംരക്ഷിക്കാറുണ്ട്. ഏത് രോഗത്തിനു വേണ്ടി നമ്മൾ പലപ്പോഴും ചേർന്ന് നിൽക്കാറുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട, ചങ്ങരംകുളത്തിന്റെ നാട്ടിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നുവോ അവൻ കുടുംബത്തിന് നാശമാണ്, അവൻ സമൂഹത്തിന് നാശമാണ്, അവൻ ഇടപഴകുന്ന ചുറ്റുപാടിൽ മുഴുവൻ അവൻ നാശമാണ്. അതുകൊണ്ട് തന്നെ ആ രോഗത്തെ ചികിത്സിക്കാൻ ഈ നാട്ടുകാരെ മുഴുവനും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട വിഷയമുണ്ട്. അല്ലാഹുവിന്റെ ദീൻ വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെ കാര്യത്തിൽ പരസ്പരം സഹായിച്ച് അവനെ ഏതെങ്കിലും ഡ്രഗ് അഡിക്ഷനിലൂടെ കൊണ്ടുചേർക്കണോ, എങ്ങനെ അവനിൽ നിന്ന് ഇതിനെ ഇല്ലായ്മ ചെയ്യാം, എങ്ങനെ അവരിൽ നിന്ന് ഈ മഹാരോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് തടയിടാൻ പറ്റും, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനമായത് ആ തിന്മകളെ പ്രൊമോട്ട് ചെയ്യുന്ന ലിബറൽ ആശയങ്ങളുണ്ട്. ഇന്നത്തെ തലമുറകളിലൂടെ കടന്നു വരുന്ന, നമുക്ക് മതത്തിനോട് എതിർപ്പ് വരുന്ന, ഇത് കുറച്ച് ഗൗരവത്തിൽ കാണട്ടോ. ഒരു കാലഘട്ടം മുഴുവൻ നമ്മളുടെ നാടുകളിലൂടെ മതമില്ല എന്ന് പറഞ്ഞ നിരീശ്വരവാദികൾ നടന്നു, ദൈവമില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദികൾ ഇവിടെ കടന്നു വന്നു. ഒരുപാട് കാലം അവരുടെ അധ്യാപനങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടും വേണ്ടത്ര വിജയിക്കാൻ നിരീശ്വരവാദികൾക്ക് കഴിയാതെ വന്നു. അതിന്റെ അനന്തരഫലമായിട്ടാണ് അവർ പിന്നീട് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന, സ്വതന്ത്ര ചിന്താഗതി എന്ന് പറയുന്ന ഒരാശയത്തിന് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടത്. ഈ പള്ളിക്കകത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മക്കളിലും നമ്മളുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും അറിയാതെ ഈസങ്ങൾ കടന്നു വരുന്നു. എങ്ങനെയെന്നറിയോ? സ്വതന്ത്രവാദം എന്ന് പറഞ്ഞാൽ മതമേതായാലും പ്രശ്നമില്ല, ജാതി ഏതായാലും പ്രശ്നമില്ല, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. നമ്മളുടെ മക്കളുടെ ഹാഷ്ടാഗുകൾ യോളോ എന്ന് പറയുന്ന യു ഓൺലി ലിവ് വൺസ്, ജീവിതം ഒന്നേയുള്ളൂ, അത് മാക്സിമം അടിച്ചു പൊടിക്കാനുള്ളതാണ്. ആ ആസ്വാദനങ്ങൾക്ക് പിന്നാലെ പോകുമ്പോ സ്വാഭാവികമായും വാപ്പ വന്ന് പറയും, മോനെ
ആ പരിപാടി ശരിയല്ല. എങ്കിൽ വാപ്പ ഉൾക്കൊള്ളുന്ന മതത്തിനോട് ഞാൻ എതിരാണ്. കഞ്ചാവ് എന്ന് പറയുന്ന മഹാലഹരി പദാർത്ഥത്തിനെ ഇനി സമൂഹത്തിൽ നിയമവിധേയമാക്കണത് ഒരു ഭാഗത്ത് വാദം നടക്കുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, അതിലേക്ക് മക്കളെ ആകർഷിപ്പിക്കുന്നുവെങ്കിൽ, അതൊരു സസ്യമല്ലേ എന്ന് പറഞ്ഞ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുവെങ്കിൽ, അതുപയോഗിക്കുന്നതിന് പേരൻസ് തടസ്സമാണോ എങ്കിൽ അവരുടെ മതത്തിനോട് ഞാൻ എതിരാണ്. എന്റെ ഭൗതികമായ ആഹ്ലാദങ്ങൾക്ക് എന്റെ പേരന്റിന്റെ മതം എതിരാണോ എങ്കിൽ അതിനോട് ഞാൻ എതിരാണ് എന്ന് പറഞ്ഞിട്ട് മക്കൾ അതിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ വിഷയങ്ങളിലൂടെ കടന്നു വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ലിബറൽ വാദങ്ങളോട് ശക്തമായി പൊരുതാൻ ഇനി നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ അവരിൽ നമ്മുടെ മക്കളെ എങ്ങനെ അത് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും? നമ്മളൊക്കെ പറയണില്ലേ, ഏത് ഹോസ്റ്റലിൽ മക്കളെ കൊണ്ടുപോയി വെക്കണം, ആരുടെ അടുക്കൽ മക്കളെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുപോകണം? പ്രിയമുള്ളവർ, ഇസ്ലാം പറയാൻ നിങ്ങളുടെ പാരന്റിങ് ആരംഭിക്കേണ്ടത് പ്രീ ബോൺ പാരന്റിങ് ആണ്. ആ മക്കളെ ജനിക്കുന്നതിന് മുമ്പാണ് നമുക്കവിടെ ആരംഭിക്കാനുള്ളത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ട് നിങ്ങളോട്, ഒരു മാതാവിന് ഒരുപാട് സ്വപ്നങ്ങളില്ല പ്രിയമുള്ളവരെ. അവരുടെ മക്കൾ അവരെ സ്നേഹിക്കുമെന്നുള്ള, നിങ്ങൾ നോക്ക്, ജീവിതത്തിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല. ജീവിതത്തിന്റെ മകന്റെ ആദ്യത്തെ തുടിപ്പ് ശരീരത്തിലിറങ്ങി ഉമ്മ ഞെട്ടുന്നൊരു നിമിഷമുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മാതാവിന്റെ വയറ്റിൽ മകൻ ചവിട്ടുമ്പോ ആ ചവിട്ടിന് മാതാവിന് സന്തോഷമാണ്. ഒരു ഉമ്മാന്റെ ഗർഭസ്ഥ ശിശുവിന് അനക്കമില്ല എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് കരച്ചിലാണ്, സങ്കടമാണ് അവൻ അനങ്ങാൻ. പക്ഷെ അന്ന് ആ ചവിട്ടുകൊള്ളാൻ, ആ അനക്കം കാണാൻ കാത്തിരുന്ന ഉമ്മാനെ വളർന്നു വന്ന കാലുകളെ കൊണ്ട് ചവിട്ടുമ്പോ ഏതുമ്മാക്ക് താങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, തനിക്കൊരു തണലാകുമെന്ന് കരുതി വളർത്തിക്കൊണ്ടുവന്ന മകനാണ്. അതേ പിതാവിന് കോളർ തൂക്കി ചമരിന്റെ മുകളിലൂടെ കയറ്റിവെച്ച് താഴേക്ക് വലിച്ചെറിഞ്ഞ് തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസം അവൻ കൊലപാതകം നടത്തിയത്. ഇതൊക്കെ പറയുമ്പോ നമ്മൾ ആശ്ചര്യപ്പെടും, സംഭവിക്കുമോ? നമ്മളുടെ മൂക്കിന്റെ താഴെ വടക്കേക്കാടിന്റെ പരിസരത്തല്ല പ്രിയമുള്ളവരെ ലഹരിക്കടിമയായ മകൻ അതുവരെ വളർത്തിക്കൊണ്ടുവന്ന ഗ്രാൻഡ് പാരന്റ്സിന്റെ തലയറുത്ത് അവ കയ്യിൽ തൂക്കി പാട്ടുപാടി നടന്നത് ഈ അടുത്താണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ആശിക്കുന്നില്ലേ എന്റെ മരണസമയത്ത് എന്റെ ജനാസക്ക് മുന്നിൽ വന്ന് കൈകെട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞ് അല്ലാഹുവേ എന്റെ വാപ്പാക്ക് പൊറുച്ചു കൊടുക്കണേ അല്ലാഹ്, കരുണ ചെയ്യണേ അല്ലാഹ് എന്ന് വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നൊരു മകൻ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഖബർസ്ഥാനിന്റെ മണ്ണിലൂടെ കടന്നു വരുമ്പോ ആത്മാർത്ഥമായി സലാം പറഞ്ഞ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഖബർസ്ഥാനിൽ നിന്ന് മുഴുവൻ ആളുകളും വിട പറഞ്ഞു പോകുമ്പോ ആ ഖബറിലൂടെ വീണ്ടും അമല് കടന്നു വരാൻ വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹാ, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനമാണ്, അവന്റെ പ്രാർത്ഥനയാണ് വീണ്ടും ഖബറിലേക്ക് കടന്നു വരാനുള്ളത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കണില്ലേ നമ്മൾ? ഇല്ലേ? നേരെ മറിച്ച് നമ്മൾ എന്താ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രാകൃതമായി മുടി വളർത്തി ആ സമയത്ത് മാറി നിൽക്കുന്ന ഒരു ചെനയോ? പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഒരു മക്കളെ വേണമെന്ന് ആരെങ്കിലും ചിന്തിക്കണം. വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ മക്കളെ വേണമെന്നുണ്ടെങ്കിൽ നാളെ അള്ളാന്റെ അടുക്കൽ ഇസ്തിഗ്ഫാർ വലദിക്കലക്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തത് കൊണ്ടാണ് നീ രക്ഷപ്പെടുന്നത് എന്ന് അള്ളാന്റെ അടുക്കൽ സ്ഥാനം കിട്ടണമെങ്കിലേ ഓക്കെ ഇസ്ലാം പറയും നമ്മൾ ആദ്യമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ആത്മാർത്ഥമായിട്ട് ഇവിടെ ഇരിക്കുന്ന വാപ്പാനോട് ഉമ്മാനോട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര ആളുണ്ട്? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ സന്താനത്തെ തരണേ അല്ലാഹ്. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബ, ഒരു നല്ല സന്താനത്തെ നൽകണേ അല്ലാഹ്. ഇബ്രാഹിം നബി, സക്കരിയ നബി ഇവരൊക്കെ പ്രാർത്ഥിച്ചതാണ്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്ന് അവർക്ക് വേണ്ടി അള്ളാന്റെ അടിമകളാണോ നമ്മള്? അവർ ദുആ ചെയ്യുന്നുണ്ട്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാഹാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളിൽ നിന്ന് കൺകുളിർമ നൽകണേ അല്ലാ, കൺകുളിർമ നൽകണേ അല്ലാ. അവരെ മുത്തഖികളെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആളുകളാക്കി മാറ്റണേ അല്ലാ. കൺകുളിർമ കിട്ടണം.
അവൻ കാരണം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന മക്കളാവരുത്. അവൻ കാരണം ഒരു പോലീസ് സ്റ്റേഷന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത ഉമ്മ അവിടെ കണ്ണീര് പൊഴിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. നമ്മളുടെ മക്കളുടെ കാരണത്താൽ നാട്ടുകാരുടെ വീടിന്റെ മുമ്പിൽ നികുതി അടച്ച പേപ്പറുണ്ടോ, എന്റെ മകനെ ജാമ്യത്തിൽ ഇറക്കാനെന്ന് പറഞ്ഞ് കരയുന്ന ഉമ്മമാരായി മാറരുത്, വാപ്പമാരായി അതിന് ദുആ ചെയ്യാനല്ലാ. മക്കളെ കൊണ്ട് കൺകൊള്ളുമ്പോ നല്ല മോനാണ്, നാട്ടുകാർക്ക് ഉപകാരമുള്ളവനാണ് അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചോദിക്കാൻ അള്ളാഹിനോട് ഹിദായത്ത് നൽകേണ്ടവർ റബ്ബാണ്. നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കടമ അവിടെയാണ്. ഇനി ആ മക്കൾ ആരാവണം? മുത്തക്കിയാക്കണമെന്നും കൂടിയല്ല, മുത്തക്കികളെ മുന്നിൽ നിന്ന് നയിക്കുന്നവനാക്കി മാറ്റണേന്നാണ്. മുത്തക്കികളെ മുന്നിൽ നിന്ന് നയിക്കുന്നവനായി ഞങ്ങളുടെ മക്കളെ മാറ്റണം. അത്രയും ആഗ്രഹിക്കാൻ, അതിനുവേണ്ടി അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യാൻ. നമുക്ക് പരാതി ഉണ്ടല്ലേ, അവൻ ഞാൻ പറഞ്ഞത് കേൾക്കണില്ല, അവൻ വാപ്പാക്കെതിരാണ്, സമൂഹത്തിനെതിരാണ്, നാടിനെതിരാണ്, എല്ലാവരും അവനെ പറ്റി പരാതി പറയുന്നവനാണ്. അത്ഭുതം തോന്നിയിട്ടുണ്ടോ നിങ്ങള്? വയനാടിന്റെ ചുരത്തിന് താഴെ അടിവാരത്തില് ഒരു ഉമ്മാനെ യതീമായി വളർത്തിക്കൊണ്ടുവന്ന മകൻ, നോക്ക്, വാപ്പയില്ലാതെ വളർത്തിക്കൊണ്ടുവന്ന മകൻ ക്യാൻസറിന്റെ വേദനയിലൂടെ കഴിയുന്ന ഉമ്മാനെ ക്രൂരമായി കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊല ചെയ്ത് അവൻ പറഞ്ഞു, എന്നെ ജനിപ്പിച്ചതിനുള്ള പ്രതികാരം കണ്ടോ, എന്നെ ജനിപ്പിച്ചതിനുള്ള പ്രതികാരം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. സമൂഹത്തോട് അവൻ തന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ആ മെസ്സേജ് എന്തെന്നറിയോ? അവന് പോലീസുകാരൻ നിയമപാലകർ കൊണ്ടുപോകുമ്പോ അവിടെ കൂടിയ മാധ്യമ പ്രവർത്തകരോട്, അവിടെ കൂടിയ ജനങ്ങളോടൊരു പ്ലെയിങ് കിസ് കൊടുത്ത് ചിരിച്ചവൻ പോകുമ്പോ അവന്റെ പ്രതിഷേധമാണ്. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളൊക്കെ പറയില്ലേ, അവരൊക്കെ വേണ്ടി കുറെ ഭക്ഷണം കൊടുത്തു, യതീമായ മക്കളെ പരിപാലിക്കാൻ കുറെ ധാന്യങ്ങൾ കൊടുത്തു, നമ്മുടെ മക്കളെ നോക്കാൻ അവർ ആവശ്യപ്പെട്ടതൊക്കെ കൊടുത്തു. അല്ലട്ടോ, ഒരു പരിഗണന കൊടുക്കാൻ, പിതാവെന്ന സ്ഥാനത്ത് ഉപദേശം കൊടുക്കാൻ, അവരെ വളർത്തേണ്ട അഥവകൾ അവരെ പഠിപ്പിക്കാൻ അവിടെ നമുക്ക് വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതിലൊന്നാമത് പഠിക്കേണ്ട ഒരു പാഠം. അവൻ ആരും അത് കറക്റ്റ് ചെയ്തിട്ടില്ല. നമ്മളും പറയും യതീമക്കൾ എന്താണ് ഒരു മാസത്തെ അരി കൊടുക്കാൻ, യതീമക്കൾ എന്താണ് ഒരു മാസത്തെ 10 ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ. ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവൻ സ്വർഗത്തിൽ ഇതുപോലെയാണ്. ഭക്ഷണം കൊടുക്കുക മാത്രമല്ല കേട്ടോ, ഒരു കഫാലത്താണ്, ഒരു വാപ്പാന്റെ സംരക്ഷണങ്ങളെ തീർത്തു കൊടുക്കലാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പരാതി പറയുന്നതിലുപരി ഞാൻ ചെയ്യേണ്ട കാര്യം ഞാനൊന്ന് ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മുമ്പിലെ ഒരു വാപ്പ മകനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞത്, ഇവൻ വാപ്പാനോട് കടമ നിർവഹിക്കണില്ല എന്നാണ്. ഇവൻ അദബില്ല, സംസ്കാരമില്ല, അനുസരിക്കുന്നില്ല. ഉമർ റളിയല്ലാഹുവിന്റെ കുട്ടീനോട് സംസാരിക്കുമ്പോ കുട്ടി ചോദിച്ചു, എന്റെ ബാപ്പാക്ക് എന്നോട് കടമൊന്നുമില്ലെന്ന്. നമ്മൾ ഓരോരുത്തർ ആലോചിക്കേണ്ടതാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞുകൊണ്ട്, അയ്യന്തഖിയ ഉമ്മാ വഅൻ യുഹസ്സിന ഇസ്മാ വയുഅല്ലിമഹുൽ കിതാബ്. അയ്യന്തഖിയ ഉമ്മ, നല്ല തക്കവയുള്ള ഉമ്മാനെ തെരഞ്ഞെടുത്തു കൊടുക്കലാണ്, സംസ്കാരമുള്ള ഉമ്മാനെ തെരഞ്ഞെടുത്തു കൊടുക്കലാണ്. വഅൻ യുഹസ്സിന ഇസ്മാ, ഏറ്റവും നല്ല പേരവരെ വിളിക്കലാണ്. വയുഅല്ലിമഹുൽ കിതാബ്, അവന് വേദഗ്രന്ഥങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലാണ്. നല്ല തക്കവയുള്ള ഉമ്മാനെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മക്കൾ ജനിക്കുന്നതിന് മുമ്പ് അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. പ്രീബോൺ പാരന്റിങ് എന്ന് പറഞ്ഞ വെറുതെ അല്ല. അല്ലാഹു സുബ്ഹാനഹു തആല പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിലെ അവരുടെ കേൾവി, കാഴ്ച, ശ്വസനം, രുചി, അതുപോലെ സ്പർശനം, ഇതിലെ അവന്റെ കേൾവി അല്ലാഹു ഓപ്പൺ ചെയ്തു കൊടുത്തത് ഗർഭകാലഘട്ടത്തിലാണ്. ഒരു കുട്ടി കേൾക്കുന്നത് ഉമ്മ കേൾക്കുന്നതാണ്. അന്ന് ഉമ്മ ഹറാമ് കേൾക്കാനിരുന്നാൽ, ഉമ്മ ഹറാം അറിയാനിരുന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ ഉമ്മ ഖുർആനുള്ള ഉമ്മയാണോ? അവിടെ മുതൽ ആരംഭിക്കണം പ്രിയമുള്ളവരെ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലൂടെ അല്ലങ്ങനെ തരുമ്പോഴേ അവരെ നന്നാക്കുന്നവരും കേടുവരുത്തുന്നവരും മാതാപിതാക്കളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തഖ്വയുള്ള ഉമ്മ വേണം, ആ ഉമ്മ അദബ് പഠിപ്പിക്കണം. അതുകൊണ്ട് ആ കാലഘട്ടം മുതലേ മാതാപിതാക്കളിൽ ദീനുണ്ടായിരിക്കണം. നമ്മളിലുണ്ടോ എന്നുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നിട്ടോ ഏറ്റവും നല്ല പേരിട്ട് കൊടുക്കാൻ, പേര് നമ്മൾ അതിടും. ഏറ്റവും നല്ല പേരാണ് വിളിക്കപ്പെടേണ്ടത് പോലും. നമ്മുടെ മക്കളെ പറ്റി നമ്മൾ എന്താ പറയലേ? അവൻ കുരുത്തം കെട്ടവനാണെന്നൊരു വാപ്പാന്റെ നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ആലോചിച്ചൊക്കെ, അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ നമ്മൾ പറയുന്ന വാക്കും അവന്റെ പ്രവർത്തനങ്ങളും യോജിച്ചതാണെങ്കിൽ ആ ദുആ ഒരു സബബായി അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. നീ ഒരു കാലത്ത് നന്നാവില്ലടാ എന്ന് മകനോടൊരു മാതാപിതാക്കൾ പറയുന്നുവെങ്കിൽ, അവന്റെ പ്രവർത്തനം അതിനുതകുന്നതാണെങ്കിൽ, അള്ളാഹിന്റെ മലക്കുകൾ അതിന് ആമീൻ പറഞ്ഞാൽ, അള്ളാഹു കബൂൽ ചെയ്താൽ, പ്രിയമുള്ളവരെ, ആ മക്കളെ നന്നാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുണ്ടോ? അതുകൊണ്ട് മോശപ്പെട്ട പേരുകൾ അവനെ വിളിക്കാൻ പാടില്ല. നല്ല പേരിടാൻ, നല്ല പേര് കൊണ്ട് വിളിക്കാൻ. അവന് വേദഗ്രന്ഥം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. അള്ളാന്റെ കലാമ് പഠിപ്പിച്ചു കൊടുക്കാൻ ദീനെത്ര പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ? നമ്മൾ ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. നമ്മളെത്ര പഠിച്ചിട്ടുണ്ട്, നമ്മളെത്ര പഠിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഒരു ഹർഫ് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല. മുറലിയല്ലാഹുവിന്റെ വാപ്പാക്കെതിരെ തിരിയാൻ എന്റെ വാപ്പ എനിക്കിട്ട പേര് ജുആൽ എന്നാണ്. ജുആൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കരിവുണ്ട് എന്നാണ്. എന്റെ ഉമ്മ മജൂസിയത്താൻ, അഗ്നി ആരാധകയായ സ്ത്രീയാണ്. മുറലിയല്ലാഹുവിന്റെ വാപ്പാക്കെതിരെ തിരിഞ്ഞു. നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് എന്ത് ദീന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളോടും പറയാൻ, ആൻഡ്രോയിഡ് ഫോണിന്റെ കാലഘട്ടങ്ങളിൽ മക്കളോട് ദീന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ദീൻ അറിയിച്ചു കൊടുത്തിട്ടില്ല, ദീൻ അവരോട് പറയാറില്ല. ഇത് സത്യമല്ലേ? സത്യമല്ലേ? ഞാൻ ഈ ഒരു വിഷയം നിങ്ങളോട് പറയുന്നു. കോഴിക്കോട് നിന്ന് ചങ്ങരംകുളത്തേക്ക് നമ്മൾ യാത്ര ചെയ്താൽ, ചെറുപ്പകാലഘട്ടങ്ങളിൽ കോഴിക്കോട് നിന്നുള്ള അമ്പിളിമാമൻ വീടിന്റെ പടിയത്തോളം ഉണ്ടാവായിരുന്നു. ഇന്ന് നമ്മൾ എവിടെ ഇരിക്കുന്ന? മൊബൈൽ ഫോണിലാണ്. മക്കള് മൊബൈൽ ഫോണിലാണ്. അവരുടെ ലോകം അതാണ്. അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല, സംസാരമില്ല. നല്ല ഉപദേശമുണ്ടോ? നല്ല സാഹചര്യമുണ്ടോ? മക്കളെന്നുണ്ടാവും. നല്ല ഉപദേശമുണ്ടോ? നല്ല സാഹചര്യമുണ്ടോ? അവരുടെ കയ്യിൽ ദീനുണ്ടോ? ആ ദീനിന്റെ ആദ്യ പാഠം മദ്രസ എന്നല്ല, ഉമ്മാന്റെ ഒക്കത്തുനിന്നാണ് ചെറിയ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ. പ്രിയമുള്ളവരെ, ആദ്യ കാലഘട്ടങ്ങളിൽ വിവരമില്ല എന്ന് നമ്മൾ പറയുന്ന, ഇന്നത്തെ പുതിയ തലമുറ പറയുന്ന തന്തവൈബും തള്ളവൈബും പറയുന്ന ഒരു കാലഘട്ടം പുറകിലുണ്ടായിരുന്നു. നമ്മുടെ ഉമ്മ നമുക്ക് ഭക്ഷണം തന്നത് ആകാശത്തിലെ അമ്പിളിമാമനെ കാണിച്ചെന്ന് പറയുമ്പോ കുട്ടി ഓട്ടോമാറ്റിക്കലി വായ തുറക്കുമെന്ന് സൈക്കോളജി അവര് പഠിച്ചിട്ടല്ല. അന്ന് മൂസാ നബിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. താഴ്വരയിലൂടെ ഇസ്മായിൽ എന്ന മകനെ അറുക്കാൻ കൊണ്ടുപോയ ഇബ്രാഹിമിന്റെ കഥ കേട്ടത് ഉമ്മാന്റെ മടിത്തട്ടിലാണ്. ഉഹുദിന്റെ വീരചരിതം തീർത്ത ഹംസത്തിന്റെ ചരിത്രം പഠിച്ചത് ഉമ്മാന്റെ ഒക്കത്തുനിന്നാണ്. അന്ന് നമുക്ക് വലിയ വലിയ ആളുകള് ഉമർ റളിയല്ലാഹുവിനുമാണ്, ഹംസ റളിയല്ലാഹുവിനുമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇന്നിന്റെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ആദ്യം കൊടുത്തത് മൊബൈൽ ഫോണാണ്, ആൻഡ്രോയിഡ് ഫോണാണ്, അതുപോലെ ടിവിയാണ്, കാർട്ടൂണുകളാണ്. അവരുടെ മനസ്സിലെ റോൾ മോഡലുകൾ ഇവരാരുമല്ല. പ്രിയമുള്ളവരെ, ആരുമല്ല. ഏതെങ്കിലും കാർട്ടൂണുകളിലെ താരങ്ങളായിരിക്കും നമ്മുടെ മക്കളുടെ റോൾ മോഡലായി മാറാൻ. അവർക്ക് ഇൽമിന്റെ ആദ്യപടി തെറ്റിപ്പോയിട്ടുണ്ട്. ഇനി അവർക്ക് നമ്മൾ എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? എത്ര അറിവ് അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്? പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ആലോചിച്ചൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് പന്നിമാംസം കഴിക്കാത്തത്? അതിന്റെ ശാരീരികപരമായ ഘടന, അതിന്റെ പ്രയാസങ്ങളെ, അണുബാധയെ സംബന്ധിച്ചുള്ള പഠനമായിരുന്നോ? അല്ല. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു അറിവ് കിട്ടിയത് ഹറാമാണ്, നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ടില്ല. ആ ഹറാം എന്ന പാഠം നമ്മളിലൂടെ കടന്നു വന്നു. ഈ രൂപത്തിലൂടെ ഏത് പാഠങ്ങളും മക്കളോട് ദീനനുസരിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞു കൊടുക്കാൻ, അല്ലാഹ് എന്ന് മനസ്സിലാക്കാൻ. പ്രിയമുള്ളവരെ, സൂറത്തുൽ ലുഖ്മാനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലൂടെ കടന്നു വരുമ്പോ കാണാം, അവിടെ ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് അല്ലാഹനെ പരിചയപ്പെടുത്തുന്നുണ്ട്. മോനെ, അല്ലാഹു അല്ലാത്തവർ ആരാധിക്കാൻ പാടില്ല. ആ മകനോട് പറയുന്നുണ്ട്, മോനെ, ആരാരുമില്ലാത്ത സാഹചര്യങ്ങളിൽ നീ എത്തിപ്പെടുന്ന, നീ ചെയ്യുന്ന പ്രവർത്തനം നീ ചെയ്യുന്ന പ്രവർത്തനം ഒരു കടുകുമണി തൂക്കമാണ്. അതൊരു പാറക്കെട്ടിനുള്ളിലാണ്. ആകാശഭൂമികൾക്കുള്ളിൽ എവിടെയാണെങ്കിലും അള്ളാഹു കൊണ്ടുവരൂട്ടോ. അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അള്ളാഹിനെ പറ്റിയുള്ള ഭയം കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആളുകളുടെ മനസ്സിലൊരു ധാരണയുണ്ട്, ബാംഗ്ലൂർക്ക് മക്കളെ പഠിക്കാൻ വിട്ടാ അവര് കേടുവരാണ്, പുറത്തേക്ക് മക്കളെ പഠിക്കാൻ വിട്ടാൽ അവര് കേടുവരാൻ. പലപ്പോഴും പല സദസ്സുകളിൽ പങ്കെടുത്തത് കൊണ്ട് ഞാൻ പറയാൻ, അവിടുന്ന് ഒരു പേരന്റ് പറഞ്ഞെന്നറിയോ, നാട്ടിൽ പഠിപ്പിക്കുന്നതിനേക്കാളും സുരക്ഷിതമായിട്ട് ബാംഗ്ലൂർ പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇത് ബാംഗ്ലൂരിന്റെ പ്രശ്നമല്ല, അത് മൈസൂരിന്റെ പ്രശ്നമല്ല, അതേതെങ്കിലും നാടിന്റെ പ്രശ്നമല്ല. മാതാപിതാക്കളുടെ കൺട്രോളിൽ നിന്ന് മക്കള് മാറുമ്പോ അവരെങ്ങനെ വളരണമെന്ന് നമ്മൾ കൊടുക്കുന്ന പാഠം എന്താണ്?
അവിടെയാണ് മോനെ ആരാരും അറിയാതെ നീ ചെയ്യുന്ന പ്രവർത്തനമില്ലയോ, അതൊരു പാറക്കെട്ടിനുള്ളിലാണെങ്കിൽ പോലും അല്ലാഹു കൊണ്ടുവരും മോനെ. ആരാരും അറിയാത്തിടത്ത് നിന്നെ കാണുന്നവനല്ല, ആരാരും അറിയാത്തിടത്ത് നിന്നെ വീക്ഷിക്കുന്നവനും അല്ലാ. ഈ ഒരു ബോധം മക്കളിൽ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട അവിടെയാണ് അല്ലേ? എല്ലാ സംസ്കാരങ്ങളും അവരെ നമുക്ക് ആലോചിച്ച് മക്കളെ കൊണ്ട് നമുക്ക് കുറെ നേട്ടം കിട്ടാണ്ട് അവരെ വളർത്തിയത് കൊണ്ട് സ്വർഗമുണ്ട്. ഇപ്പൊ പെൺകുട്ടികളില്ലേ, മുത്തനബി പറയാൻ ഒരാളുടെ അടുക്കൽ 3 പെൺകുട്ടി ഉണ്ടായി. അവരെ 3 പേരെ ഈ സംസ്കാരം പഠിപ്പിച്ചു. എങ്കിൽ ദീനുള്ളവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോടെ ചെയ്ത മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലാണ്. ഒരു പെൺകുട്ടിയുള്ളവനോട് പറഞ്ഞു നിങ്ങൾ സംസ്കാരം പഠിപ്പിച്ചു. അപ്പൊ അദബ് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ, സംസ്കാരം അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ, ഇൽമ അവർക്ക് വേണ്ടി കൊടുക്കാൻ നിങ്ങൾ ആലോചിച്ചൊക്കെ എല്ലാ പഠനവും നമ്മൾ കൊടുത്തിട്ടില്ലേ? അതിന്റെ കൂടെ അള്ളാഹിനെ തിരിച്ചറിയാനുള്ളൊരു ഇൽമ അവർക്ക് വേണ്ടി കൊടുക്കാൻ ചോദിക്കുക. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ദീർഘായുസ് നൽകട്ടെ. നിങ്ങൾ ആലോചിക്കുക, ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ മരണത്തോട് മല്ലടിക്കുന്ന ഒരു മകൻ വാപ്പാനോട് ചോദിക്കുന്നു, വാപ്പാ ജീവിതത്തിന്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും എനിക്ക് നേടി തന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും സ്വീകരിക്കാൻ കഴിയാതെ മരണത്തിന് മുഖാമുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ മരണം എനിക്ക് സംജാതമായാൽ ഇവിടെ നിന്ന് മുന്നോട്ടുള്ള എന്റെ യാത്രക്ക് വിജയിക്കാൻ എന്ത് സർട്ടിഫിക്കറ്റാണ് വാപ്പ എന്റെ കയ്യിൽ തന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്ക്? അതിനുത്തരം കൊടുക്കാൻ നമ്മൾ നൽകിയിട്ടുണ്ട് അവർക്ക് ഏത് ഖബറിൽ എങ്ങനെ, പരലോകത്തിൽ എങ്ങനെ, അങ്ങനത്തെ ഒരു ദീനിന്റെ അടിസ്ഥാനപരമായ അറിവ് എല്ലാം ഉണ്ട്. പക്ഷെ സമാധാനമില്ല, കുടുംബങ്ങളെ നിലനിൽക്കണില്ല. നമ്മളിതൊക്കെ വിവാഹം കഴിഞ്ഞ മക്കളെ അതോടൊരു പിതാവിന് സമാധാനം അടയാൻ കഴിയണില്ല, വീണ്ടും പ്രശ്നങ്ങൾ തിരിച്ചു വരാൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അടിസ്ഥാനപരമായി കൊടുക്കേണ്ട ദീനിനെ കൊടുക്കാൻ, അവരുടെ പതനത്തിൽ നമ്മൾ കാരണമാവാതിരിക്കാൻ ആ ശ്രദ്ധ നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കാൻ, നല്ല സാഹചര്യങ്ങൾ അവർക്ക് വേണ്ടി നൽകാൻ, നമ്മളുടെ ജീവിതം അവർക്കൊരു ഗുണപാഠമായി മാറുന്ന രീതിയിൽ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ. അതോടൊപ്പം ആ പ്രാർത്ഥനയുടെ പൊരുൾ പോലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥന കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സൂറത്ത് ഇബ്രാഹിമിന്റെ 40-ാമത്തെ ആയത്തിൽ കാണാം, റബ്ബി ജഅൽനി മുഖീമസ്സലാ, അല്ലാഹുവേ എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ റബ്ബേ. സ്വന്തത്തിന് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്തു, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ. വമിൻ ദുരിയത്തി, എന്റെ മക്കളിൽ നിന്നും, എന്റെ സന്താന പരമ്പരകൾ, എന്റെ മക്കള് അവർ നിസ്കാരം നിലനിർത്തുന്നവരാവണം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വതഖബ്ബൽ ദുആ, എന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാഹ് എന്ന് ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? നിസ്കാരം നിലനിർത്തുന്നവരായിട്ട് മാറ്റണേ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളുടെ കാര്യത്തിലെ ഒരുപാട് തർബിയത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നൊരു മേഖലയാണ് ഇബാദത്ത്. ഞാൻ നിങ്ങളോട് പറയാൻ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരായിരിക്കും, സുബൈ ജമാഅത്തിന് പള്ളിയിലെത്തുന്നവരായിരിക്കും. നമ്മളെന്താ ചെയ്യാന്നറിയോ? നമ്മുടെ പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്നിറങ്ങി വീട് പോലും പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് വരണ വാപ്പാരുണ്ട് പള്ളിക്ക്. എന്തിനാ? വീട്ടിലെ ഭാര്യ എണീറ്റിട്ടുണ്ടാവില്ല, മക്കളെ എണീറ്റിട്ടുണ്ടാവില്ല, അവരെ ഉണർത്തണ്ടെന്ന് കരുതി ചാവി കീശയിലിട്ട് സുബൈ ജമാഅത്തിന് വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് കരുതി? എന്റെ മക്കള് അവർ ഉറങ്ങിക്കോട്ടെ, സ്വസ്ഥായിട്ട്, ഭാര്യ ഉറങ്ങിക്കോട്ടെ. ആ വീട് അഗ്നിക്കരയായി എന്ന് വിചാരിച്ചു, ആ വീട് മുഴുവൻ കത്താണെന്ന് വിചാരിക്കും. നമ്മൾ ഇറങ്ങോ വീട്ടിൽ നിന്ന്? എന്റെ ഭാര്യ അവൾ ഉറങ്ങാണ്, വിളിക്കണ്ട, മക്കൾ ഉണർത്തണ്ട. പതുക്കെ പുറത്തിറങ്ങിയാൽ നമ്മളെ പറ്റി ആളുകൾ പറയും ക്രൂരനാണ്. നാളെ ഇതിന്റെ പേരിൽ എന്റെ മക്കളോ എന്റെ ഭാര്യയോ നരകത്തിലേക്ക് പോകാൻ ഒരു കാരണമാകരുത് എന്ന് മനസ്സിലാക്കാൻ മാതാപിതാക്കൾ ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ടത്. അതുകൊണ്ട് മുത്ത് റസൂല് പറഞ്ഞു, അള്ളാഹ് ചോദിക്കുന്ന ആദ്യത്തെ ഇബാദ നിസ്കാരമാണ്. അത് അന്ന് തർബിയത്ത് തുടങ്ങാൻ 7 വയസ്സ് മുതൽ
കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. എപ്പോ കൽപ്പിക്കണം? ഓരോ വക്തിലും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾ നമ്മുടേതാവണോ? ഓരോ വക്തിലും ളുഹറിന് മോനോട് പറയണം, മോനെ നിസ്കരിക്ക്. അസറിന് മക്കളോട് പറയണം, മക്കളെ നിസ്കരിക്ക്. 10 വയസ്സ് വരെയും ഉപദേശമാണ്. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അവിടെ പണിഷ്മെന്റ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ താൻ. പക്ഷെ എന്തെന്നറിയോ, ഈ ഒരു തർബിയത്തിൽ അവരെ കൊണ്ടുവന്നാൽ ഉറപ്പ് പറയാൻ, അവനൊരു 9 വയസ്സ് കഴിഞ്ഞു, പള്ളിയിൽ നിന്ന് ജുമയും കഴിഞ്ഞ് വീട്ടിൽ പോയി സോഫയിൽ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയ അസറിന് നേരത്തെ മോൻ വിളിക്കും, വാപ്പ പള്ളി പോകാനായിട്ടില്ലേ? പ്രിയമുള്ളവരെ, അങ്ങനെ കൊണ്ടുവരാൻ മുഴുവൻ രക്ഷിതാക്കൾ ഒരുപക്ഷെ ഇപ്പൊ മനസ്സാക്ഷി നമ്മൾ പറയുന്നുണ്ടാവും, ഞാൻ ഇതിൽ ഫെയിലിയറാണ്, എന്റെ മക്കളോട് ഞാൻ 7 വയസ്സ് മുതൽ പറഞ്ഞിട്ടില്ല നമ്മൾ പറയുന്നുണ്ടാകും. കാരണം എന്താ അറിയോ, ഫഇൻ സ്വലഹത്, ആ നിസ്കാരം ശരിയായാൽ സ്വലഹ സായിരി അമലി, അവന്റെ നിസ്കാരത്തെ മറ്റു അമലുകളൊക്കെ നന്നാവും. അത് കേടുവന്നാൽ മറ്റു അമലുകളൊക്കെ കേടുവരുന്ന അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുക, വഅ്മുർ അഹ്ലക ബിസ്സല, കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. എന്നിട്ട് വസ്തബിർ അലൈഹ, നീ അതിന്റെ മേൽ ക്ഷമയുള്ളവനായി തീരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും. നിങ്ങൾ നോക്കുക, മുത്തുനബിയുടെ പ്രത്യേകത, പ്രവാചകൻ വീട്ടിലേക്ക് തന്നെ കടന്നു വരുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, അവിടുന്ന് പ്രവാചകൻ ചോദിക്കും, വസല്ലൽ ഉലം, ആ കുട്ടി നിസ്കരിച്ചോ? ആ കുട്ടി നിസ്കരിച്ചോ? അത് റസൂലുള്ളാഹിന്റെ ചോദ്യമായിരുന്നു, പ്രവാചകന്റെ ശൈലിയായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആ മക്കളെ നിസ്കാരം കൊണ്ട് നമ്മൾ ആരും ചിന്തിക്കുന്ന ലോകത്തല്ല, ഒന്ന് ശുചിത്വബോധമുള്ള ഒരു മക്കളുണ്ടാക്കാൻ സാധിക്കും. വുളു എടുക്കുന്ന, നിസ്കാരിക്കാൻ ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കുന്ന, വൃത്തിയുള്ള സ്ഥലത്ത് തെരഞ്ഞെടുക്കുന്ന ആ മക്കളെ തർബിയത്തിൽ കൊണ്ടുവന്നാൽ ഉറപ്പ് പറയാം, ശുചിത്വബോധമുള്ള ഒരു മക്കളെ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാന്റെ മുമ്പിൽ അച്ചടക്കത്തോടെ നിന്ന് ശീലിക്കുന്ന, നിങ്ങൾക്കറിയോ, ഒരു കുട്ടികളോട് എത്ര സംസാരിക്കരുതെന്ന് പറഞ്ഞാലും അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സംസാരം നിലക്കുന്ന സമയം വന്നാൽ അവരുടെ കുട്ടിത്തം മാറി നിറച്ചും. എന്നാൽ ആ സമയത്ത് പോലും അച്ചടക്കത്തോടെ നിസ്കരിക്കാൻ പഠിപ്പിക്കുമ്പോ അതബിന്റെ, അച്ചടക്കത്തിന്റെ മേഖല അവരുടെ ജീവിതങ്ങളിലൂടെ കടന്നു വരികയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, അതിന്റെ അർത്ഥങ്ങൾ കഴിയുന്ന രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹ് എന്ന സ്മരണയിലൂടെ മക്കൾ വളർന്നു വരാൻ, അവർക്കൊരു പരിപൂർണമായ റബ്ബിന്റെ മാർഗത്തിലൂടെ ഉറച്ചു നിൽക്കാൻ. അതുപോലെ തന്നെ ആൺമക്കളെ അള്ളാന്റെ പള്ളിയിലേക്ക് നമ്മൾ പറഞ്ഞേക്കുമ്പോ അവരാരോട് കൂട്ടുകൂടുന്നവോ, ആരോട് സഹവസിക്കുന്നവോ, ഏത് കൂട്ടത്തിന്റെ കൂടെ സംഗമിക്കും, അതല്ല, അവരെല്ലാ ലിബറൽ വാദങ്ങളിലേക്ക് നമ്മൾ കടത്തിവിട്ട് ആ സെലിബ്രേഷൻ ഒന്നും കുഴപ്പമില്ല, ഇത്രയൊന്നും മതം ടൈറ്റാക്കാൻ പാടില്ല, നാട് മുഴുവൻ ഇങ്ങനെ ആഘോഷിക്കുമ്പോ ആ മേഖലയിലൊക്കെ കടത്തിവിട്ടാൽ അവസാനം ഒരു കയറിങ്ങോട്ട് പിടിച്ചു വലിക്കുമ്പോ ആ മക്കളെ കിട്ടിയെന്ന് വരില്ല, അവർ നമ്മളിലേക്ക് വന്നെന്ന് വരില്ല. പുറത്ത് പ്രകാശമാണെങ്കിൽ, പുറത്ത് 500ന്റെ ബൾബ് കത്തുന്നുണ്ടെങ്കിൽ 1000ന്റെ ബൾബ് നമ്മുടെ വീട്ടിൽ കത്തണം, മക്കൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മക്കളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനത്തെ മക്കളുണ്ട്, നമ്മൾ കൊടുക്കുന്ന പരിപാലനമാണ്, തർബിയത്താണ്. ജോലി ചെയ്ത് കിട്ടുന്ന ആദ്യത്തെ വരുമാനം എന്നും പഠനകാലത്ത് വാപ്പാന്റെ മുമ്പിൽ കൈനീട്ടി കൂലി, അതിനുള്ള ഫീസ് വാങ്ങി, യാത്രക്കൂലി വാങ്ങി പഠനത്തിന് പോയിരുന്ന മകന് ശമ്പളം കിട്ടുമ്പോ ആ ശമ്പളത്തിന്റെ ആദ്യ ശമ്പളം വാപ്പാന്റെ കയ്യിലല്ല, ഉമ്മാന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന സാഹചര്യങ്ങളെ ഉമ്മ പറഞ്ഞു, മോനെ വാപ്പാന്റെ കയ്യിൽ തന്നെ കൊടുത്തു എന്ന് പറയുമ്പോ, അല്ലുമ്മ, എന്നും വാപ്പാടെ മുമ്പിൽ കൈനീട്ടി ശീലമുള്ള ഞാൻ ആ വാപ്പാന്റെ കൈക്ക് മേലെ എന്റെ കൈ വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണ മക്കളുമുണ്ട്. പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിലുണ്ട്, നമുക്ക് ചുറ്റുപാടുമുണ്ട്. എന്തുകൊണ്ടെന്നറിയോ, ആ വാപ്പ വളർത്തിയത് എങ്ങനെയാണ്? ആ വാപ്പ വളർത്തിയത് സ്നേഹം കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി പറയാൻ, നമ്മളുടെ മയ്യത്ത് മുന്നിൽ വെച്ച് അല്ലാഹ് ഞങ്ങളെക്കാളും നല്ലൊരു കുടുംബത്തിന് കൊടുക്കല്ല, ഇതിനേക്കാളും നല്ല ഭവനത്തിന് കൊടുക്കല്ല എന്ന് ആത്മാർത്ഥമായി ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മക്കളുണ്ടാവാൻ, പൊക്കിൽ കുടിയുടെ ബന്ധം മരണത്തിന്റെ അവസാന ശ്വാസം വരെ നിലക്കാത്ത ഓർമ്മകളായി അള്ളാഹിനോട് ദുആ ചെയ്യുന്ന മക്കളുണ്ടാവാൻ, പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അവരാരോട് സഹവസിക്കുന്നവോ, ആരോട് കൂട്ടുകൂടുന്നവോ അത് തിരിച്ചറിയാൻ സംസാരങ്ങളിൽ ഗ്യാപ്പ് ഉണ്ടാവരുതേ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മക്കളോട് പാടില്ല. സംസാരിക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അവരേതെങ്കിലും സോഷ്യൽ മീഡിയ ബന്ധങ്ങളിലൂടെയല്ല, കുടുംബത്തോട് വർത്തമാനം പറയുന്ന വാപ്പയും മക്കളും ഉമ്മയും ഒരുമിച്ചിരിക്കുന്ന ഒറ്റ വാക്ക് കൂടെ പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുകയാണ് ഈ ഖുത്ബ. നമ്മളുടെ വീട്ടിൽ നമ്മൾ ആരും കാണാതെ പോയി റൂമില്ലേ പ്രിയമുള്ളവരെ, അടുക്കള ഭക്ഷണം പാചകം ചെയ്യാനാണ്, സിറ്റൗട്ടും ബെഡ്റൂമും ഒക്കെ അറിയാം.
ഞാൻ ചോദിക്കട്ടെ, വീട്ടിലുണ്ടാക്കിയ ലിവിംഗ് റൂം എന്തിനു വേണ്ടിയിട്ടാണ്? എഞ്ചിനീയറിന്റെ പ്രൗഢിക്ക് വേണ്ടിയിട്ടാണോ? എന്തതിന്റെ അർത്ഥം? ജീവിക്കാനുള്ള റൂമാണ്. അവിടെ ഇരിക്കേണ്ടത് അതിഥി മാത്രമല്ല, ഉമ്മയും ബാപ്പയും മക്കളും ഇരിക്കട്ടെ, സംസാരിക്കട്ടെ, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ, സ്നേഹവായ്പകൾ കൈമാറാൻ, ആരാധനയിൽ ഒരുമിച്ചേർക്കാൻ, കുടുംബത്തോടെ ഉല്ലസിക്കാൻ, ആ സന്തോഷങ്ങളെ കാണാൻ ഒരു ജാടയും വേണ്ടട്ടോ പ്രിയമുള്ളവരെ. ലോകത്തിന്റെ ഏറ്റവും വലിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൾക്ക് വേണ്ടി ആനയായി കളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ആളുകളല്ല നമ്മളെന്ന് ബോധ്യമുണ്ടാവുക. ആ മക്കൾ നമ്മുടേതാണ്. നമ്മളുടെ മനസ്സ് വേദനിക്കുമ്പോ അവരുടെ കണ്ണ് നിറയുന്ന മക്കളായി വളർത്താൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, പരലോകത്ത് വിജയം നിരിക്കുന്ന ഉപകരിക്കുന്ന സാലിഹ്യങ്ങളായ മക്കളെ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, പരസ്പരം പഴിചാരുന്ന മാതാപിതാക്കൾക്കെതിരെ മൊഴി പറയുന്ന മക്കളായി, മക്കളെ നരകത്തിലിട്ടാലും എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന മാതാപിതാക്കളായി ഞങ്ങളെ ഒരിക്കലും നീ മാറ്റല്ലേ അല്ലാഹ്. പരലോകത്തെ പരാജയപ്പെടുത്തില്ലേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا المسلمين المجاهدين المضاعفين في جميع بلادنا اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.